ആത്മീയതയിൽ അധിഷ്ഠിതമായ പരിശുദ്ധ ജീവിതത്തിന് മുഹറം പ്രേരകമാകണമെന്ന് ഉസ്താദ് അബ്ബാസ് ഫൈസി വഴിക്കടവ്. ഹിജ്റ വർഷാരംഭത്തിൽ മലപ്പുറം കുതുബുസ്സമാൻ സെന്റർ സംഘടിപ്പിച്ച പുതുവത്സര സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അസൂയ, അഹങ്കാരം, വെറുപ്പ്, വിദ്വേഷം തുടങ്ങിയ എല്ലാ തിന്മകളിൽ നിന്നും ഹൃദയപൂർണ്ണം മുക്തി തേടുമ്പോഴാണ് സമാധാനപൂർണമായ ജീവിതം ലഭിക്കുന്നത്. നിരന്തരമായ ദൈവസ്മരണയാണ് ആത്മീയശുദ്ധി കൈവരിക്കാനും ആത്യന്തിക വിജയത്തിനുമുള്ള പ്രായോഗിക മാർഗമെന്നും അബ്ബാസ് ഫൈസി കൂട്ടിച്ചേർത്തു. ചടങ്ങ് മുൻ MLA KNA ഖാദർ ഉദ്ഘാടനം ചെയ്തു. രമണ മഹർഷി ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലുണ്ടായിരുന്ന കുട്ടികളോട് ചോദിച്ചു, കുട്ടികളെ, എപ്പോഴാണ് നേരം വെളുക്കുന്നത്? അപ്പോൾ അതിലൊരു കുട്ടി എഴുന്നേറ്റ് പറഞ്ഞു, കിഴക്കൻ ചക്രവാളത്തിൽ ചുവപ്പ് പടരുമ്പോൾ നേരം വെളുത്തു. അപ്പോൾ ഗുരു പറഞ്ഞു, യു ആർ റോങ്, തെറ്റാണ് പറഞ്ഞത്, ഇരിക്കൂ എന്ന് പറഞ്ഞു. അദ്ദേഹം തമിഴിലാണ് പറഞ്ഞത്, ഉക്കാറുങ്കോ. അത് കഴിഞ്ഞ് അടുത്ത കുട്ടിയോട് ചോദിച്ചപ്പോൾ അടുത്ത കുട്ടി പറഞ്ഞു, പുറത്തോട്ട് നോക്കുമ്പോൾ വൃക്ഷങ്ങളെയും പക്ഷികളെയും ഒക്കെ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ നേരം വെളുത്തു പറഞ്ഞു. അപ്പോൾ ആ കുട്ടിയോട് മഹർഷി പറഞ്ഞു, തെറ്റാണ്, ഇരിക്കുന്നത്. അപ്പോൾ കുട്ടികൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇനി ഗുരു പറ, എപ്പോഴാണ് നേരം വെളുക്കുന്നത്? ഗുരു പറഞ്ഞു, നിങ്ങൾ പുറത്തു പോകുമ്പോൾ ഒരു സ്ത്രീയെ കണ്ടാൽ അത് നിങ്ങളുടെ സഹോദരിയാണെന്നും ഒരു പുരുഷനെ കണ്ടാൽ അത് നിങ്ങളുടെ സഹോദരനാണെന്നും എപ്പോൾ ബോധ്യപ്പെടുന്നുവോ അപ്പോൾ നേരം വെളുത്തു. അതാണ് മഹാനായ രമണ മഹർഷി. അവരെയൊക്കെ സൂഫികളായിട്ട് ചിത്രീകരിക്കപ്പെടാറുണ്ട്. സൂഫി ഐഡിയോളജി, ആശയങ്ങൾ, ആ സമീപനമൊക്കെ അവരിൽ ചിലർക്ക് ചിലപ്പോഴൊക്കെ നമുക്ക് കാണാനും സാധിക്കും. ആ രമണ മഹർഷിയോട് തന്നെ ഒരിക്കൽ ഒരു ഇംഗ്ലീഷുകാരൻ അദ്ദേഹത്തിൻ്റെ ഒരു സദസ്സിൽ ചോദിച്ചു, ഹൗ ക്യാൻ ഐ ഡീൽ അതേഴ്സ്? എനിക്ക് മറ്റുള്ളവരെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ സാധിക്കും? അപ്പൊ ഗുരു അദ്ദേഹത്തിന്റെ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കി. അഗെയിൻ ഹി ആസ്ക്ഡ്, ഹൗ ക്യാൻ ഐ ഡീൽ അതേഴ്സ്? അപ്പോൾ ഇയാളെ മറുപടി എന്താ പറയുക ഗുരുവിന്റെ? നോ അതേഴ്സ്, മറ്റുള്ളവരില്ല, അപ്പോഴല്ലേ നിങ്ങൾക്ക് ഡീൽ ചെയ്യേണ്ട പ്രശ്നം വരും. എല്ലാം ഒന്നാവുമ്പോൾ നോ അതേഴ്സ് എന്നായിരുന്നു ഉത്തരം. ഒരുപാട് വിശദീകരിക്കുന്നതാണ് ആ ഇംഗ്ലീഷുകാരൻ വിചാരിച്ചത്. ഒറ്റ വാക്കുകൊണ്ട് ഗുരു അത് അവസാനിപ്പിച്ചു, നോ അതേഴ്സ് എന്ന് പറഞ്ഞു. സത്യമാർഗം മാസിക സയ്യിദ് ഉമർ ബൽഫക്കി തങ്ങൾ പ്രകാശനം ചെയ്തു. എഴുത്തുകാരൻ P. സുരേന്ദ്രൻ മുഖ്യ പ്രഭാഷകനായിരുന്നു. മുഹമ്മദ് അസ്ലം ഹുദവി കോഡൂർ അധ്യക്ഷനായി. SA മൗലവി, ഷാഹ് സയ്യിദ് ഷറഫുദ്ദീൻ ജിലാനി, മുഹമ്മദ് ജാനിഷ് പടപ്പറമ്പ്, അബ്ദുൽ മജീദ് മുസ്ലിയാർ വഴിക്കടവ്, അബ്ദുൽ വഹാബ് ഹുദവി പയ്യനാട്, അബ്ദുൽ ബാരി ഹുദവി, ഷാഹ് സാദിഖ് ജിലാനി കുന്നുംപുറം, അബ്ദുൽ മജീദ് ഹാജി കോട്ടക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. റാഷിദ് മാസ്റ്റർ പാറടി സ്വാഗതവും ഷാഹ് സാദിഖ് ജിലാനി നന്ദിയും പറഞ്ഞു. രാവിലെ ഖവാലിയോടെ ആരംഭിച്ച സംഗമം മഗ്‌രിബ് നിസ്കാരാനന്തരം ഹദിയ മജ്ലിസോടെ സമാപിച്ചു. മലയാളം ടെലിവിഷൻ, മലപ്പുറം. സഫ ബ്രൈഡൽ ജ്വല്ലറി ഫെസ്റ്റിലൂടെ ഏറ്റവും പുതിയ വെഡ്ഡിംഗ് കളക്ഷൻസ് ഇൻഷുറൻസ് പരിരക്ഷയോടെ സ്വന്തമാക്കാം. 2.5% മുതൽ പണിക്കൂലിയിൽ 10% ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ, ആകർഷകമായ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകളും. സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുവാൻ ഇതാണ് ബെസ്റ്റ് ടൈം. സഫ ജ്വല്ലറി, പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം.